ജനുവരി 14 മുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാരതീയ ന്യായ് യാത്ര BNY. മണിപ്പൂരിൽ നിന്ന് തുടങ്ങാനാണ് പദ്ധതി. മണിപ്പൂർ നമുക്കറിയാവുന്നതുപോലെ മാസങ്ങളായി കലാപകലുഷിതമായ അന്തരീക്ഷത്തെ അനുഭവിക്കുകയാണ്. അവിടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും സന്ദേശം പരത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ നിന്ന് തുടങ്ങാം എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ആഗ്രഹിച്ച വേദിയിൽ നിന്ന് റാലി തുടങ്ങാൻ കഴിയാത്ത വിധം മനഃപൂർവ്വമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു BJP ഗവൺമെൻറ്. അതിനു പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളാണുള്ളത് എന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. അസമിലും അവരുടെ യാത്രയ്ക്ക് ഭംഗമുണ്ടാക്കാൻ തക്കവണ്ണമുള്ള അനുമതി നിഷേധങ്ങൾ ഉണ്ടാവുന്നു എന്ന പരാതി കോൺഗ്രസിനുണ്ട്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ സന്ദർശനം നടത്താത്തതെന്തേ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്. ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെ റാലികളിലൊന്ന് ആലോചിക്കുന്നത്. സത്യത്തിൽ മണിപ്പൂരിലെ ഈ കോൺഗ്രസിൻ്റെ പ്രകടനം, കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഈ സൗഹാർദ്ദ റാലി, ന്യായ് യാത്ര BJPയെ രാഷ്ട്രീയമായി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി ഒരു എഡ്ജ് എടുക്കുന്നത്, മണിപ്പൂരിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നതിനെ BJP ഏതെങ്കിലും നിലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടോ? അതുകൊണ്ട് ഈ യാത്രയെ ദുർബലപ്പെടുത്താൻ, തടസ്സപ്പെടുത്താൻ BJP ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വിഷയം നമ്മൾ സംസാരിക്കുകയാണ്. ഒപ്പം സമകാലിക സംഭവ വികാസങ്ങൾ ഈ യാത്രയെ എങ്ങനെ സ്വാധീനിക്കും എന്നതും. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീ ജയസൂര്യൻ BJP നേതാവുണ്ട്, പഴകുളം മധു കോൺഗ്രസിൽ നിന്ന്, ശ്രീ K ഷാജി മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജയസൂര്യൻ, മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയി വലിയ ഒരു ജനകീയ ചിത്രമുണ്ടാക്കുന്നത് BJP ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടോ? സൂര്യൻ, മണിപ്പൂരിലെ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇപ്പോൾ 8 മാസം കഴിയുന്നു, 9 മാസമെങ്കിലും ആയിട്ടുണ്ട്. അത് പരിഹാരം ഉണ്ടാക്കാനും അവിടുത്തെ അന്തരീക്ഷം സമാധാനപൂരിതമാക്കാനും അവിടുത്തെ BJP സർക്കാരിന് ഇനിയും കഴിഞ്ഞില്ലേ? അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെല്ലാവർക്കും വ്യക്തമായ അറിവുള്ളതാണ്. എന്നാൽ മണിപ്പൂരിൻ്റെ അന്തരീക്ഷത്തെ കലുഷിതമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. ആ ചുമതല അവിടുത്തെ ഭരണകൂടം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും ഇതിലില്ല. കാരണം ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കേണ്ടതായും ഒളിച്ചോടേണ്ടതായും ഉണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാഴ്ശ്രമം നടത്തുന്നത്. അതായത് അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിൽ കോൺഗ്രസിനകത്ത് തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്, ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും കർണാടക ഉപമുഖ്യമന്ത്രിയും ഒന്നും കോൺഗ്രസിന്റെ തീരുമാനങ്ങളോട് യോജിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ദിഗ്വിജയ് സിംഗ് അടക്കം. അങ്ങനെ ഒരു വിഷയം നിൽക്കുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പൊട്ടിത്തെറികളും നേതൃതർക്കങ്ങളും ഒരു വശത്ത് നിൽക്കുന്നു. സീറ്റ് തർക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ കൃത്യമായി പരിഹരിക്കേണ്ട വിഷയം ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പതിവ് തന്ത്രം മാത്രമാണിത്. ഇതൊരു ന്യായ യാത്രയല്ല, ഇതൊരു മായ യാത്രയാണ്. പാർട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ജയസൂര്യൻ, 9 മാസം പിന്നിടുമ്പോഴും മണിപ്പൂരിലെ ക്രമസമാധാന അന്തരീക്ഷം നേരെയാക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. അതെന്നെ, അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ അന്തരീക്ഷം ഇപ്പം നിലവിലുണ്ട്. ആ അന്തരീക്ഷത്തെ തകർക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തെ ഫലപ്രദമായി നേരിടേണ്ടത് അവിടുത്തെ ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഇപ്പോഴും ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പബ്ലിക് ഗ്യാതറിംഗ് അവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. അല്ലാതെ ഈ ഗ്യാതറിംഗ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നല്ല, അവിടെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, 8 മാസം പിന്നിട്ട് പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എന്ന് സമ്മതിക്കുകയാണോ എന്ന്. ആദ്യത്തെ ചോദ്യം അതാണ്. അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 മാസമോ 8 വർഷമോ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് നമുക്കറിയാം. അവിടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ അവിടുത്തെ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ഭരണകൂടവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതിൽ അവർ ഫലപ്രദമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത്തരം അന്തരീക്ഷത്തെ കലുഷിതമാക്കാനുള്ള യാതൊരു ശ്രമവും അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ഇതൊക്കെ ഭരണകൂടത്തിന്റെ ഭാഗമാണ്. 9 മാസം കഴിഞ്ഞത് ഇന്നലെ കൂടി 4 പേരെ വെടിവെച്ചു കൊന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും
പ്രധാനമന്ത്രി പാർലമെന്റിന് വാഗ്ദത്തം ചെയ്തുവല്ലോ ഞങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന്. ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം ഒരു പൊതുയോഗം കൂടി സംഘടിപ്പിക്കാൻ കഴിയാത്തതും ഇപ്പോഴും അങ്ങേയറ്റം സ്ഫോടനാത്മകമായി നിൽക്കുകയാണ് മണിപ്പൂരിൻ്റെ അന്തരീക്ഷം എന്ന് അവിടുത്തെ ഭരണകൂടം സമ്മതിക്കുകയാണ്. അവിടുത്തെ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്നത് അവിടുത്തെ ഭരണകൂടത്തിനാണ്, അവിടുത്തെ പോലീസ് സംവിധാനത്തിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനുമാണ്. അതവർ ഫലപ്രദമായി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരമുള്ള ഒരു സംഘർഷ സാധ്യത ഉള്ള ഒരു സ്ഥലത്തേക്ക് ഉത്തരവാദിത്വമുള്ള ഒരു ദേശീയ നേതാവ്, രാഷ്ട്രീയ നേതാവ് പോകേണ്ടതുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഇതൊക്കെ അവിടുത്തെ ഭരണകൂടത്തിന് ആലോചിക്കേണ്ടി വരും. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായി അവിടുത്തെ മുഖ്യമന്ത്രിയെ പോലെ സംസാരിക്കുന്നു എന്നുള്ളത് അല്ലല്ലോ. അദ്ദേഹം സംഘടിപ്പിക്കുന്ന യാത്ര എല്ലാവർക്കും 2 ക്യാമ്പുകളും അദ്ദേഹം പോയപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയി സന്ദർശനം നടത്തിയല്ലോ കലാപ സമയത്ത്. അവിടെ അദ്ദേഹം 2 ക്യാമ്പുകളും സന്ദർശിച്ചു. മുഖ്യമന്ത്രി ബീരൻ സിംഗിനെ പോലെ കുക്കി വിഭാഗത്തിനെതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ച് നിൽക്കുകയല്ല അദ്ദേഹം. അപ്പൊ അതെന്തിനാണ്, എന്ത് സംഘർഷ സാധ്യത ഉണ്ടാക്കുന്നത് വിശദീകരിക്കാമോ? എന്താ ഉദ്ദേശം? എങ്ങനെയാണ് അത് സംഘർഷം സാധ്യമാക്കുക? അവിടെ ഈ സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏതൊരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല. എന്നാൽ യാതൊരു രീതിയിലുമുള്ള പക്വതയില്ലാത്ത തമാശ കളിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇത്തരം അന്തരീക്ഷത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ദേശീയ നേതാവ് കുറച്ചുകൂടി വിശദമാക്കാമോ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം? അദ്ദേഹം ഇവിടെ ഒരു ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചല്ലോ, അത് തമാശയായിരുന്നു, വളരെ ഗൗരവത്തിൽ സംഘടിപ്പിച്ച ഒന്നല്ല. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ നടത്താൻ പോകുന്ന ന്യായ യാത്ര. അതെങ്ങനെയാണ് ആ കലാപഭൂമിയിൽ സംഘർഷത്തിന് എരുതിയിൽ എണ്ണ പകരുക എന്ന് കുറച്ചുകൂടി ലളിതമായി പറയാമോ? അതായത് സംഘർഷം നിലനിൽക്കുന്ന, അതായത് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. സംഘർഷ ബാധിതമായ പ്രദേശമാണ്. താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോഴും അവിടെ വെടിവെപ്പുണ്ടായി, മരണമുണ്ടായി. വെടിവെപ്പും മരണവും ഒക്കെ ഉണ്ടാകുന്ന സംഘർഷ കലുഷിതമായിട്ടുള്ള ഇത്രയും കാലം സംഘർഷം മുറ്റി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വിവരമുള്ള ആരെങ്കിലും, രാഷ്ട്രീയ മര്യാദയുള്ള ആരെങ്കിലും എടുക്കുന്ന നിലപാടാണോ ഇത്? അവിടെ തന്നെ ഈ തരത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഏത് അർത്ഥത്തിലാണ്? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇത് തമാശയായിട്ടാണ് കാണുന്നത് എന്ന്. അപ്പൊ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായിട്ട് ആരെങ്കിലും മതങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ആരെങ്കിലും ഒരു റാലി നടത്തുന്നത് എങ്ങനെയാണ് വിവരക്കേടാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി സമാധാനത്തിന്റെ കട എന്നാ തുറക്കാത്തത്? അവിടുത്തെ സമാധാനത്തിന്റെ കട തുറക്കാൻ ഇപ്പോഴാ യാത്രയും കൊണ്ടാണ് ചെല്ലുന്നത്. ഈ യാത്രയ്ക്ക് മുമ്പ് സമാധാനത്തിന്റെ കട തുറക്കാൻ സമയമുണ്ടായിരുന്നല്ലോ, അവിടെ പോയി തുറക്കണ്ടായിരുന്നോ? എന്തുകൊണ്ട് തുറക്കില്ല? പോയി 2 ക്യാമ്പുകൾ സന്ദർശിച്ചത്. അവിടെ ചെറിയ കുഞ്ഞുങ്ങൾ വന്ന് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചില്ലേ? ഓ ആയിക്കോട്ടെ, കണ്ടുന്നേ. എന്നിട്ട് സമാധാനത്തിന്റെ കട എന്താ തുറക്കാത്തത്? സമാധാനത്തിന്റെ കട തുറക്കാൻ പോയ വ്യക്തിയാണല്ലോ, സമാധാനത്തിന്റെ കടയും കൊണ്ട് നടക്കുന്ന വ്യക്തിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 8 മാസത്തിനിടയിൽ അവിടെ പോയി സമാധാനത്തിന്റെ കട തുറന്ന് അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി, ഇതാ ഞാൻ വന്ന് സമാധാനമാക്കിയിരിക്കുന്നു എന്ന് പറയണ്ടേ? അത് കഴിഞ്ഞില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വെറും ഒരു തമാശ യാത്രയാണ് ഇത്. അപ്പൊ സമാധാനത്തിന്റെ കട തുറക്കാൻ കഴിയുമെങ്കിൽ അത് സാധ്യമാക്കാനുള്ള പരമമായ ഉത്തരവാദിത്വം ബീരൻ സിംഗ് എന്ന് പറയുന്ന BJP മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം ആകട്ടെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നു. കുക്കി വിഭാഗത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളയണമെന്ന് ഏറ്റവും അവസാനം കൂടി പ്രസംഗിക്കുകയാണ്. അങ്ങനെ ഒരു വിഭാഗത്തിന്റെ മാത്രം പക്ഷത്ത് ഒരു വലിയ കലാപം ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം സംസാരിക്കലാണോ ഏറ്റവും വലിയ ക്വാളിറ്റി? അതോ രണ്ടുപേരെയും ചേർത്ത് നിർത്തണമെന്ന് പറയുന്നതാണോ ക്വാളിറ്റി? ഏതാണ് ക്വാളിറ്റി? തീർച്ചയായിട്ടും 2 പേരെയല്ല 4 പേരെയല്ല 400 പേരെ ഉണ്ടെങ്കിലും ചേർത്ത് നിർത്തണം എന്ന് പറയുന്നത് തന്നെയാണ് ക്വാളിറ്റി. അത് തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മഹാഭൂരിപക്ഷം കുക്കി സംഘടനകളും അദ്ദേഹത്തിലുള്ള അവിശ്വാസം നിരന്തരം രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണത്? ഞങ്ങൾക്ക് വിശ്വാസമാണ് ബീരൻ സിംഗിനെ, അദ്ദേഹം വരട്ടെ, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് കുക്കി സംഘടനകൾ സമ്മതിക്കുന്നില്ല. കാരണം അദ്ദേഹം മെയ്തേയ്ക്കാരുടെ ആളാണെന്ന് അവർ ആവർത്തിച്ച് പറയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വിശ്വാസ നഷ്ടം ഉണ്ടായത്?
അങ്ങനെ വിശ്വാസ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ യാതൊരു പ്രശ്നവും ആ തരത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ മിസോറാം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് ശക്തമായ തിരിച്ചടി അവിടെ BJPക്ക് ഉണ്ടാകും, കോൺഗ്രസ് അവിടെ ശക്തമായി അധികാരത്തിൽ വരും, ഇതിന്റെ പ്രതികരണം അവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് 5 കോൺഗ്രസ് MLA-മാരുള്ള 5-1 ചുരുങ്ങുകയും BJPയുടെ MLA-മാർ നേരെ ഇരട്ടിയായി വർദ്ധിക്കുകയും BJPക്ക് ഒരു ക്രിസ്ത്യൻ MLA കൂടെ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയായതാണല്ലോ. അപ്പോൾ മണിപ്പൂരിലെ കലാപത്തിന് മിസോറാമിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞത് തൊട്ടടുത്ത സ്റ്റേറ്റിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ. അവിടെ കോൺഗ്രസ് 5 ഉണ്ടായിരുന്നത് 1 സീറ്റായിട്ട് ചുരുങ്ങുകയും BJPയുടെ സീറ്റ് വർദ്ധിച്ച് ഇരട്ടിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ പുതിയൊരു വിവാദമുണ്ടാക്കി എങ്ങനെയെങ്കിലും നാഷണൽ മീഡിയയിൽ തന്റെ തലയൊന്ന് കാണിക്കണം എന്നുള്ള സങ്കുചിതമായ രാഷ്ട്രീയ തന്ത്രമല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിൽ. നാഷണൽ മീഡിയ എന്ന് വെച്ചാൽ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ നാഷണൽ മീഡിയ അദ്ദേഹത്തിന്റെ തലയൊന്നും അധികം കാണിച്ചിട്ടില്ല. അവരുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ വഴിയാണ് എല്ലാം ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അല്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വിസിബിലിറ്റി ഒരു നാഷണൽ ചാനലും ഇല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു വിസിബിലിറ്റി ഈ പറഞ്ഞ ലോക്സഭ രാജ്യസഭ TV പോലും ഇല്ല. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദി പോലും അങ്ങോട്ട് പോകാത്തത് അത്തരം സ്നേഹത്തിന്റെ സന്ദേശങ്ങൾക്കൊന്നും വലിയ കഥയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ? ഓരോ വിഷയവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സംഘർഷഭരിതമായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് സംഘർഷത്തിന് അയവ് വരുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ അവിടെ കടന്നു ചെന്ന് മറ്റേതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പ്രശ്നങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ സാധ്യതയ്ക്കോ വേണ്ടിയിട്ടുള്ള ആ യാത്ര എങ്ങനെ പ്രശ്നമായി മാറുമെന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ല കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ യാത്ര എങ്ങനെയാണ് സംഘർഷത്തെ കൂടുതൽ ആളിക്കത്തിക്കുക എന്ന് പറയുന്നതിൽ താങ്കൾ പരാജയപ്പെടുന്നുണ്ട്. താങ്കൾ അത് വെറുതെ പെരിഫറലായി പറഞ്ഞു പോവുകയാണ്, ഉപരിപ്ലവമായി. അല്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. അവിടെ യാത്രയെ ഇതെങ്ങനെ, അവിടുത്തെ പ്രശ്നത്തെ യാത്ര എങ്ങനെ പ്രശ്നമുണ്ടാക്കും എന്ന് പറയേണ്ടത് ഞാൻ ഈ കേരളത്തിൽ ഇരിക്കേണ്ട ഞാനല്ല. ഞാനിത് പറഞ്ഞോട്ടെ. അതായത് അവിടെ എന്ത് പ്രശ്നമുണ്ടാകും ഉണ്ടാവില്ല എന്ന് പറയേണ്ടത് അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗവും അവിടുത്തെ പോലീസ് സംവിധാനങ്ങളും അവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളുമാണ്. അപ്പോൾ അവർ പറയുന്നു ഇതിന് പ്രശ്ന സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മുകളിൽ കയറി വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നുള്ളതാണ് ഒന്നാമത്. 2 കാര്യങ്ങളോട് ജയസൂര്യൻ. ഒന്നാമത് ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് കേട്ടോ, മുഖ്യമന്ത്രി ബീരൻ സിംഗ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളൊക്കെ പലതും നടത്തുന്നുണ്ട്, അതിനൊന്നും ഈ പ്രശ്ന സാധ്യതയുടെ മുന്നറിയിപ്പില്ല. കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കും മാത്രമേ ഉള്ളൂ പ്രശ്ന സാധ്യത എന്ന്, ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. രണ്ടാമത്തെ എൻ്റെ ചോദ്യം, മൗലികമായ ചോദ്യം അതാണ്. 9 മാസം പിന്നിട്ടിട്ടും ഒരു പബ്ലിക് ഗാദറിംഗ് സംഘടിപ്പിക്കാൻ കഴിയും വിധത്തിൽ അവിടുത്തെ സാമൂഹ്യ ആരോഗ്യത്തെ കൊണ്ടുവരാൻ അവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. ആളുകൾ ഇപ്പോഴും മിലിറ്ററി വാഹനങ്ങളിൽ എന്ന പോലെ തോക്കുമേന്തി വണ്ടിയിൽ റാലി നടത്തുകയാണ്. ഇന്നലെയും കൂടി 4 പേരെ വെടിവെച്ചു കൊന്നു. എന്ന് വെച്ചാൽ മണിപ്പൂരിനെ സ്വസ്ഥമാക്കാൻ നിങ്ങളുടെ സർക്കാരുകൾക്ക് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെന്ന് എൻ്റെ ചോദ്യം. മണിപ്പൂരിനെ സ്വസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെന്റെ മറുപടി. ആ സ്വസ്ഥതയിലേക്ക് അസ്വസ്ഥമായിട്ടുള്ള യാതൊന്നും കടന്നു വരാതിരിക്കാൻ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ചുമതലയുണ്ട്. ആ ചുമതല മറന്നുകൊണ്ട് തമാശ കാണിക്കുകയാണ് രാഹുൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമാണ് രാഹുൽ കാക്ഷിക്കുന്നതെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തോട് സഹകരിക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇതിന്റെ പേരിലെങ്കിലും എന്റെ പേരൊന്ന് പ്രശസ്തമാക്കാൻ വേണ്ടി വീണടം വിദ്യയാക്കുന്ന രാഹുലിന്റെ ഈ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകം അത് രാജ്യത്ത് വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. അതാണ് കഴിഞ്ഞ തവണത്തെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയൊന്നും BJP രാഷ്ട്രീയമായി ഭയപ്പെടുത്തുന്നില്ല. കാരണം ആ യാത്ര കൊണ്ടൊന്നും നിങ്ങൾക്ക് വോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന നല്ല ആത്മവിശ്വാസം അവർക്കുണ്ടത്രയും. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ സാഹചര്യം ഇപ്പോഴും സ്ഫോടനാത്മകമാണ്. അവിടെ പോയി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും അതിന് നടുവിൽ കരയുന്ന രക്ഷാകർതൃ ബിംബം ചമയാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ സമയമല്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഈ യാത്രാനുമതി നിഷേധവുമായി ബന്ധപ്പെട്ട വിശദീകരണം. എൻ്റെ ചോദ്യം, നിങ്ങളുടെ യാത്രയൊന്നും BJP ഭയപ്പെടുന്നില്ല, BJPക്ക് രാഷ്ട്രീയമായ ഭയമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അത്ര ഭദ്രമല്ല, അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുകളിക്ക് നിന്ന് തരാൻ പറ്റില്ല എന്നാണ് മറുപടി. 20 മിനിറ്റ് നേരം ശ്രീ ജയസൂര്യൻ BJPക്ക് വേണ്ടി ഇവിടെ വല്ലാതെ വിയർത്ത് വാദം ഉന്നയിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര ഒരു തമാശ കളിയാണെന്നും വിവരമില്ലായ്മയാണെന്നും
അത് അദ്ദേഹത്തിന്റെ പാകതയില്ലായ്മയാണെന്നൊക്കെയുള്ള ഒരു ശരാശരിയിലും താണ ഒരു RSSകാരന്റെ ഏറ്റവും മ്ലേച്ഛമായ വാദങ്ങളാണ് ജയസൂര്യൻ ഇവിടെ ഉന്നയിച്ചത്. അവർക്ക് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിവരക്കേടുള്ള, ഇന്ത്യയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ ഒരു പ്രവർത്തന പരിചയമോ ഒന്നുമില്ലാത്ത ഒരാൾ അവരുടെ നേതാവാണ്. പാർലമെന്റിൽ പോകില്ല, പാർലമെന്റിന്റെ പുറത്ത് കിടന്ന് നാടകം കളിക്കും, പാർലമെന്റിൽ പ്രസംഗിച്ച കോക്കറി കാണിച്ച് എല്ലാ നേതാക്കന്മാരെയും അപഹസിക്കും, ജവഹർലാൽ നെഹ്റുവിന്റെ അസ്ഥിമാടം കുഴിച്ചെടുക്കും എല്ലാ പ്രസംഗങ്ങളിലും, എന്നിട്ട് പരിഹാസവും ആക്ഷേപഹാസ്യങ്ങളും നടത്തി ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് ഇണങ്ങാത്ത, ചേരാത്ത, ഏറ്റവും വൃത്തികെട്ട അംഗവിക്ഷേപങ്ങൾ കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ശുദ്ധ വിവരക്കേട് അവരുടെ പാർട്ടിക്കും അവരുടെ നേതാവിനുമാണ്. ഇത്തരം മര്യാദകെട്ട വർത്തമാനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പറയരുത്. രാഹുൽ ഗാന്ധി ഇങ്ങനെ വക്രീകരിക്കാനും മോശക്കാരനാക്കാനും, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ ആക്ഷേപത്തിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ഒരു നാടകമുണ്ട്. അതാണ് ഈ രാജ്യത്ത് കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ അധികാരവും സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസ് പാർട്ടിയെയും അപഹസിക്കാനുള്ള അസാൻമാർഗിക പ്രവർത്തനമാണ് കുറെ നാളുകളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ഭാരത് ജോഡോ വന്നപ്പോ ഒന്നാം ഭാരത് ജോഡോ കടന്നുപോയ വഴികളിലെല്ലാം അതിനെ തടയാൻ ഇവർ ശ്രമിച്ചു. എന്തിനാണ് ഭാരത് ജോഡോ? BJPയും ഈ ഫാസിസ്റ്റ് ശക്തികളും ഈ സംഘപരിവാറും രാജ്യത്തെ ഭിന്നിപ്പിച്ചിരിക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ജാതിയും മതവും കൊണ്ട് ഈ രാജ്യത്തെ ജനമനസ്സുകളിൽ വിഭാഗീയത ഉണ്ടാക്കിയിരിക്കുന്നു. ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവർക്ക് അവരുടെ മതവും ജാതിയും പറയാൻ യാതൊരു മടിയുമില്ല. ഭരണഘടനാ സ്ഥാപനമായ പാർലമെന്റിൽ ഇവർ ജാതീയമായ, മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. അതിനെതിരെ ശബ്ദിച്ചാൽ മൈക്ക് ഓഫ് ആക്കുന്നു, അതിനെതിരെ പ്രസംഗിച്ചാൽ പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കുന്നു. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ല, ജനാധിപത്യം മരിച്ചു പോയിരിക്കുന്നു. എന്നിട്ട് പുരപ്പുറത്ത് കയറിയിരുന്ന് ഈ ജയസൂര്യനെ പോലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പറയാൻ യാതൊരു ലജ്ജയുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. എന്തിനാണ് ഭാരത് ജോഡോ യാത്ര രണ്ടാമത് തുടങ്ങുന്നത്? ന്യായത്തിന് വേണ്ടിയാണ്, ജസ്റ്റിസിന് വേണ്ടിയാണ്, നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് സാമ്പത്തികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായിട്ടുള്ള നീതി ലഭിക്കുന്നില്ല. ഭരണകൂടം വിഭാഗീയതയിലൂടെ മുൻപോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം ഉണ്ടാക്കുന്ന ദുരന്തം പട്ടിണി പ്രശ്നമല്ല, പട്ടിണി മരണം പ്രശ്നമല്ല. നടത്തിക്കോളൂ, പക്ഷെ അത് മണിപ്പൂരിൽ നടത്താനുള്ള സമയമായിട്ടില്ല. അതിനകത്ത് നിങ്ങളൊരു വിവേകം കാണിക്കണമെന്നാണ് ജയസൂര്യൻ പറയുന്നത്. ഞാൻ 20 മിനിറ്റാണ് ജയസൂര്യന് കൊടുത്തത്. എനിക്ക് എന്റെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ജാഥയെക്കുറിച്ച് നിങ്ങൾ ചർച്ച നടത്തുമ്പോൾ അതിന്റെ പശ്ചാത്തലം കൂടി വിവരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ക്ഷമയോടുകൂടി ഈ BJPയുടെ നേതാവിനെ ഇവിടെ കിടത്തെ ഈ അസാമാന്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ധീരത കാണിച്ചുള്ള പ്രസംഗം ഉണ്ടല്ലോ, അതിന് ഇത്രയും അവസരം കൊടുത്തു താങ്കൾ. അതുകൊണ്ട് ഞാൻ താങ്കളോട് പറയുകയാണ്, ദയവായി എനിക്കും ക്ഷമയോടുകൂടി അതിനുള്ള സമയം തരണം. മണിപ്പൂരിൽ ജാഥ നടത്താൻ കഴിയില്ല എന്ന് പറയുന്നവരെ രണ്ട് വിധത്തിലാണ് ഞങ്ങൾ ഖണ്ഡിക്കുന്നത്. ഒന്ന്, ഇവരുടെ മുഖ്യമന്ത്രി ഇതുപോലെ ആയിരങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ള യോഗങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ. രണ്ട് വിഭാഗങ്ങളെ വംശീയമായിട്ടുള്ള ഏറ്റുമുട്ടലിന് വിട്ടുകൊടുത്തിട്ട് ആ സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ അവർക്ക് പരിപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് ആ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടണം. കേന്ദ്ര ഗവൺമെന്റ് അതിന് കഴിവില്ലെങ്കിൽ നരേന്ദ്രമോദി രാജിവെച്ച് പുറത്തു പോകണം. കഴിവ് കെട്ട യാതൊരു ഒരു ധാർമ്മികതയുമില്ലാത്ത ഈ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭരണം വിട്ടു പോകണം അദ്ദേഹത്തിന് കഴിവില്ലെങ്കിൽ. അല്ല, രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ഈ ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് അപഹസിക്കുകയല്ല ചെയ്യേണ്ടത്, മര്യാദകെട്ട വർത്തമാനം പറയല്ല ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് എന്ത് പാകത കുറവായുള്ളത്? നിങ്ങളുടെ പ്രധാനമന്ത്രിക്കാണ് പാകതയില്ലാത്തത്, മര്യാദയില്ലാത്തത്, സംസ്കാരമില്ലാത്തത്, വിദ്യാഭ്യാസമില്ലാത്തത് നിങ്ങളുടെ പ്രധാനമന്ത്രിക്കാണ്. അദ്ദേഹം അല്ല ഈ രാജ്യം ഭരിക്കുന്നത്. സംഘപരിവാർ ശക്തികളാണ്, ഫാസിസ്റ്റ് ശക്തികളാണ്. ആ ശക്തിക്കെതിരാണ് ഞങ്ങളുടെ പോരാട്ടം. നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്? രാഹുൽ ഗാന്ധിക്കാണ് ആർജവമുള്ളത്, തന്റെ ഇടമുള്ളത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കാൻ. അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പുറത്താക്കിയത്. ഒന്നാം ഭാരത് ജോഡോ കടന്നുപോയ സംസ്ഥാനങ്ങളിൽ മുഴുവൻ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടായി. രണ്ടാം ഭാരത് ജോഡോ യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ്. മണിപ്പൂരിൽ നിങ്ങൾക്ക് സമാധാനം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഗവൺമെന്റ് അവിടെ പരാജയപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടൽ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള ആർട്ടിക്കിൾ അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ തയ്യാറാകുന്നില്ല, നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ പാർലമെന്റിന്, ഇലക്ഷൻ കമ്മീഷനെ, സുപ്രീം കോടതിയെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചു. ഈ രാജ്യത്തെ നിങ്ങൾ ഹീനമായ നിങ്ങളുടെ നയങ്ങളിലൂടെ നിങ്ങൾ ഇരുണ്ട യുഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറല്ല, കോൺഗ്രസ് തയ്യാറല്ല.
അങ്ങനെ ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഒരു പാർട്ടി ഉണ്ട്, അതാണ് കോൺഗ്രസ്. ഒരു നേതാവുണ്ടാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് രണ്ടാം ഭാരത് ജോഡോ നിങ്ങളുടെ ഗവൺമെന്റ് എതിർത്താലും തടഞ്ഞാലും നിരോധിച്ചാലും മണിപ്പൂരിൽ തന്നെ ഈ ജാഥ ആരംഭിക്കും. കെ.സി. വേണുഗോപാൽ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന് സംഭാവനയായ ശ്രീ വേണുഗോപാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു, ഈ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മണിപ്പൂരിലായിരിക്കും. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദിയെ, അമിത്ഷായെ, നിങ്ങൾ തന്റെ ഇടപെടലിൽ തടയെ. അപ്പോൾ ജാഥ എന്താണ് ഉയർത്തുന്ന പ്രശ്നം, ജാഥ ഉയർത്തുന്ന ആവശ്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടി ജാഥ നടത്തും, അത് പറയാതെ രാഹുൽ ഗാന്ധിക്ക് പാകതയില്ല, രാഹുൽ ഗാന്ധി കളിക്കുകയാണ്, മര്യാദയില്ല, ഇങ്ങനെയൊക്കെയുള്ള മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്കാരശൂന്യമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ വന്നാൽ മര്യാദയ്ക്ക് ഞങ്ങൾ വിടില്ല എന്ന് ഓർത്തോണം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വിട്ടേക്ക്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ജാഥയുമായിട്ട് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഷാജി, ഇവിടെ കോൺഗ്രസ് ഒരു രണ്ടാമതൊരു റാലി നടത്തുകയാണ്. അപ്പോൾ ഈ യാത്രയെ ഒന്നാകെ തന്നെ ദുർബലപ്പെടുത്തണം എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടോ, അതോ മണിപ്പൂർ മാത്രമാണോ അവരുടെ പ്രശ്നം? യാത്രയെ മൊത്തത്തിൽ വേണമെങ്കിൽ അവർക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം അവരെ ഒരു രാമക്ഷേത്ര ഉദ്ഘാടനം പോലെയുള്ള ഒരു ഇവന്റ് കൊണ്ടുവരാൻ പോവാണ് 22-ാം തീയതി. അപ്പോൾ 15-ന് മൊത്തം സംഘടനയെ ഉണർത്താൻ കഴിയുന്ന വേറൊരു പൊളിറ്റിക്കൽ എൻഗേജ്മെന്റിലേക്ക് കോൺഗ്രസ് പോകുന്നു. നിസ്സഹായമായി അത് കണ്ടു നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് BJPയുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ. സോ BJPക്ക് ആ സമയത്ത് നടക്കുന്ന വേറൊരു ഇവന്റിനെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടാവുമോ, അതോ അതിനപ്പുറം മണിപ്പൂരിൽ മോദി പോയി റോഡ് ഷോ നടത്താത്ത മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയി ആളെ കൂട്ടുന്നത് അത്ര നന്നാവില്ല എന്ന ചിന്തയായിരിക്കുമോ, മണിപ്പൂർ മാത്രമായിരിക്കും അവരുടെ പ്രശ്നം? ഇതിൽ കാതലായിട്ടുള്ളൊരു കാര്യം, ഈ രണ്ടാമതൊരു ജോഡോ യാത്ര നടത്തുന്നു. ആ ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് മണിപ്പൂരിൽ ഈ ജാഥ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനേക്കാൾ വലുതായിരിക്കും ആ ജാഥ മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്ന കാര്യം മറ്റു സംസ്ഥാനങ്ങളിലെ ഇതര പ്രദേശങ്ങളിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന ചലനം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലടക്കമുള്ള വോട്ടർമാർ അത് വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, മതേതരമായി ചിന്തിക്കുന്ന ആളുകൾ എല്ലാം ഒരുപാട് കാലമായിട്ട് ഈ മണിപ്പൂരിലെ കലാപം തുടങ്ങിയ സമയം തൊട്ടിട്ട് അതിലെല്ലാം വളരെ വിഷമമുണ്ട്, അതൃപ്തിയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾക്ക് അതിശക്തമായൊരു സന്ദേശം നൽകുകയാണ് രാഹുൽ ഗാന്ധി തൻ്റെ രണ്ടാമത്തെ യാത്ര അപ്പോൾ മണിപ്പൂരിൽ തുടങ്ങിക്കൊണ്ട്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ മണിപ്പൂരിൽ നിന്ന് ഈ യാത്ര തുടങ്ങിക്കൂടാ എന്നുള്ളൊരു വലിയ വാശിയിലേക്ക് BJP നീങ്ങുന്നതെന്ന് വേണം മനസ്സിലാക്കുക. ഇപ്പോൾ മറുവശത്ത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം ഒരുങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ ചില അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് അതിൻ്റെ കോട്ടകൾ സംരക്ഷിക്കാനായി, ചില പ്രദേശങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുക്കാനായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് മറ്റൊരു ജോഡോ യാത്ര നടത്തുന്നു. അത് നേരത്തെ നടത്തിയ റൂട്ടിൽ നിന്ന് വിഭിന്നമായി BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ നടത്തുന്നു, ഉത്തരേന്ത്യയിലൂടെ നടത്തുന്നു. അപ്പോൾ അതിനെല്ലാം അപ്പം സ്വാഭാവികമായിട്ടും BJP ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾക്കിടയിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്ന്, ഏറ്റവും വലിയ ഒരു പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു ഇടപെടലായി കാണുന്നത് ഈ ജോഡോ യാത്രയെ തന്നെയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ളൊരു പേടി എതിരെ തീർച്ചയായിട്ടും BJP കാണേണ്ടതുണ്ട്. കാരണം നേരത്തെ നടത്തിയ ജോഡോ യാത്ര തന്നെ കോൺഗ്രസിന് ഒരുപാട് സ്ഥലങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമതെങ്കിലും നടക്കുന്നു, അത് കൃത്യമായി മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. കാരണം മണിപ്പൂർ നമുക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം. കാരണം പ്രധാനമന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ നാളുകളായിട്ട് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ BJPയുടെ നേതൃത്വവും പറയുന്നതനുസരിച്ചിട്ട് തന്നെ അവിടുത്തെ കലാപമോ അവിടുത്തെ പ്രശ്നങ്ങളോ അവിടെ വംശീയമായ ചേരിതിരിവോ ഒന്നും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് അവിടുത്തെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിയമഭാഷ തിരിച്ചു കൊണ്ടുവരുവാനോ ന്യൂനപക്ഷങ്ങൾക്കോ ജനങ്ങൾക്കും അവിടുത്തെ ഗവൺമെൻറ്റിലുള്ളൊരു വിശ്വാസം തിരിച്ചു പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഭരണവ്യവസ്ഥ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് ഭരണകക്ഷി തന്നെ സമ്മതിക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി മറുവശത്ത് നോക്കുമ്പോൾ ഇത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ലല്ലോ മണിപ്പൂരിൽ പോകുന്നത്. ഇതിനു മുന്നേ അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ വിഘടിച്ച് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ സമാധാനത്തിൻ്റെയും ഒരുമയുടെ ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കൂടി വ്യാപകമായിട്ട് അദ്ദേഹത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു യാത്ര അദ്ദേഹം നടത്തുമ്പോൾ അതിൻ്റെ ചലനങ്ങൾ മറ്റു പ്രദേശങ്ങളിലുണ്ടാകും, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടാകും, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലുണ്ടാകും. അതുണ്ടാക്കുന്ന ചലനങ്ങളെ തീർച്ചയായും BJPക്ക് ഭയപ്പെടേണ്ടി വരും. അതുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഏകീകരണത്തിന് ഭയപ്പെടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJP ഇതിന് ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നത്. അല്ലെങ്കിൽ മണിപ്പൂരിൽ ആ യാത്ര നിൽക്കുകയല്ലോ, അല്ലെങ്കിൽ മണിപ്പൂരിൽ മാത്രമായിട്ട് ആ യാത്ര ഒതുങ്ങുകയല്ലോ. അത് അവിടെ നിന്ന് ആരംഭിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു ജാഥയെ ഇത്രമാത്രം ഭയപ്പെടേണ്ടതോ എതിർക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ BJP കൊണ്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇതിനു മുന്നേയും മറ്റ് BJP ഇതര പാർട്ടികളെല്ലാം നേതാക്കന്മാർ മണിപ്പൂർ സന്ദർശിച്ചിട്ടുണ്ട്, കലാപം നടന്ന മേഖലകളിൽ പോയിട്ടുണ്ട്, ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു ജാഥ തുടങ്ങുക എന്ന് പറയുമ്പോൾ ആ ജാഥയ്ക്ക് ആ സംസ്ഥാനത്തിലെ ഭരണ സംവിധാനം, അവിടുത്തെ ആഭ്യന്തര വകുപ്പ്, അവിടുത്തെ പോലീസ് കൃത്യമായ സുരക്ഷ നൽകുകയാണെങ്കിൽ ഈ പറയുന്ന ആശങ്കകളും ഭയങ്ങളും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടുന്ന് തന്നെ ജാഥ നടത്താൻ കഴിയും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ജാഥ നടക്കുമ്പോൾ അതൊരു ജനാധിപത്യ അവകാശമാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ, അല്ലെങ്കിൽ വിശാല പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ, അതൊരു തിരിച്ചുവരവിന് കളമൊരുക്കുന്ന അല്ലെങ്കിൽ ചില ശക്തമായ സന്ദേശങ്ങൾ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ആ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം മണിപ്പൂരിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോൾ അത് കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്, വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത്. അതായത് മണിപ്പൂർ ഓൾറെഡി ഇന്ത്യയിൽ വലിയ ചർച്ച ഉണ്ടാവുകയും എല്ലാവരും അതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടാവുകയും ചെയ്തത് കണ്ടതാണ്. മണിപ്പൂരിൽ നിന്ന് വീണ്ടും ഒരു വിഷ്വൽ പുറത്തു വരുന്നത് വീണ്ടും മണിപ്പൂരിനെ ഓർമ്മിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രശ്നം. ശിഷാജി, തീർച്ചയായിട്ടും മണിപ്പൂരിനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മൾ രാജ്യവ്യാപകമായിട്ട് മണിപ്പൂർ ചർച്ച ചെയ്യണം. ഇപ്പോൾ മണിപ്പൂരിൻ്റെ ആശങ്കകൾ, മണിപ്പൂരിൻ്റെ പ്രതിസന്ധികൾ ഒരിക്കലും മണിപ്പൂരിൽ മാത്രമായിട്ട് നിൽക്കുകയല്ലോ. ഇപ്പോൾ നമ്മൾ പോലും കേരളത്തിൽ തന്നെ എത്ര തവണ നമ്മൾ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മണിപ്പൂർ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദുഃഖമായിട്ട്, ഒരു ആശങ്കയായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങളുടെ എല്ലാം ഒരു വലിയ സൂചകമോ ചിഹ്നവുമായിട്ട് മാറുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുമ്പോൾ, ഇതിന് മുമ്പ് രാഹുൽ ഗാന്ധി കടന്നു ചെന്നിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ സ്പർദ്ധ കൂട്ടാനോ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാനല്ലല്ലോ പോയത്. അപ്പം അങ്ങനെ ഒരു സമാധാനത്തിൻ്റെതായ ഇടപെടൽ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതിനെ ആ രീതിയിൽ കാണാനല്ലേ ഒരു ഭരിക്കുന്ന കക്ഷി നോക്കേണ്ടത്. ഇപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്ത് തന്നെ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങളിതൊരു രാഷ്ട്രീയമായ മുതലെടുപ്പിനായിട്ടല്ല, ഒരു കൃത്യമായൊരു സമാധാന സന്ദേശം നൽകാനും ആളുകൾ ഒരുമിപ്പിച്ച് നിർത്തുന്ന അർത്ഥത്തിൽ മാത്രമേ അവിടെ സംസാരിക്കുക, അവിടെ ഇടപെടൂ, അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുള്ളൂ, അല്ലെങ്കിൽ ജാഥ കടന്നു പോകുള്ളൂ എന്നുള്ള ഒരു കാര്യം അസന്ധിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ രീതിയിൽ ഈ ജാഥ നടന്നുകൂടാ, അവിടെ നിന്ന് ആരംഭിച്ചുകൂടാ എന്ന് പറയുന്നത് BJP കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളോട്, പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭങ്ങളോട്, പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകളോട് കാണിക്കുന്ന ഒരു വലിയ അസഹിഷ്ണുതയുടെ ഒരു വലിയ ഒരു റിഫ്ലക്ഷനായിട്ട്, അതിൻ്റെ ഒരു കാണലായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർലമെൻറ്റിൽ പോലും പ്രതിപക്ഷത്തെ നിശബ്ദരാക്കുന്നു, പ്രതിപക്ഷത്തെ മൊത്തം പുറത്താക്കിയിട്ട് ബില്ലുകൾ പാസ്സാക്കുന്നു. അങ്ങനെ മൊത്തം ജനാധിപത്യത്തെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പ്രതിപക്ഷം വേണ്ട, എതിർസ്വരങ്ങൾ വേണ്ട, ഡിസൻറ്റ് വേണ്ട, എതിരഭിപ്രായങ്ങൾ വേണ്ട, ആരും ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ജനാധിപത്യം മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധിയുടേതായ കുറേ പ്രശ്നങ്ങൾ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം ഒരു ജനാധിപത്യപരമായ എൻഗേജ്മെൻറ്റ് ഇവിടെ വേണം. അത് മണിപ്പൂരിലായാലും വേണം, ഗുജറാത്തിലായാലും വേണം, മറ്റു സംസ്ഥാനങ്ങളിലായാലും വേണം. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ഉണ്ടാവണമെങ്കിൽ അവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ ആദർശങ്ങൾ നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ശരിയായി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ വേണം. അപ്പോൾ മണിപ്പൂർ രാജ്യത്ത് ചർച്ചയാകാതിരിക്കണം, അത് സർക്കാരിന്റെ താല്പര്യം ചർച്ചയാവാതിരിക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന് പിന്നിലുള്ളത് സ്വാഭാവികമായി വിചാരിക്കണം എന്നാണ്. അല്ല, ശ്രീ പഴകുളം മധു, നിങ്ങൾ രാജ്യത്തൊരു വലിയ യാത്ര സംഘടിപ്പിക്കാൻ പോവുകയാണ്. ആ യാത്രയുടെ ഷെഡ്യൂളിനിടയ്ക്കാണ് രാമക്ഷേത്ര ഉദ്ഘാടനം വരാൻ പോകുന്നത് 22-ന്. അത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇവന്റ് ആയിരിക്കും എന്ന കാര്യം തർക്കമില്ല. ആ നിലയ്ക്ക് അത് പ്ലാൻ ചെയ്യുന്നുണ്ട് സർക്കാർ, BJP, RSS. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുടെ യാത്ര, അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം ഒരു ക്ലാഷിന്റെ സാധ്യത കാണുന്നുണ്ടോ? ഞാൻ ഓഡിയോ കേൾക്കുന്നില്ല, ഓഡിയോ ഒന്ന് ഓൺ ചെയ്യണം. ഞങ്ങൾ ഒരിക്കലും സംഘർഷത്തിനുള്ള ആൾക്കാരല്ല. ഞങ്ങള് ഭാരത് ജോഡോ ഒന്നാം യാത്ര നടത്തി 4080. ഒരു സെക്കൻഡ് ശ്രീ പഴകുളം മധു, ഞാൻ പറഞ്ഞ ഒരു ഫിസിക്കൽ സംഘർഷത്തെ കുറിച്ചൊന്നും അല്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു മെസ്സേജിനെ മുകളിലൂടെ മറികടക്കാൻ കഴിയുന്ന വേറെ ഒരു ആംബിയൻസ് അവർ ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുക. അല്ല, ഈ രാജ്യത്ത് ഇപ്പൊ ഞങ്ങളുടെ ഈ ജാഥ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ അതിലേക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങള് ഈ ജാഥ ആരംഭിച്ചിട്ട് 6713 കിലോമീറ്ററാണ് ഈ ജാഥ കടന്നു പോകുന്നത്. ആ വംശഹത്യ നടന്ന മണിപ്പൂരിൽ ആ വംശഹത്യയുടെ മുറിവുണക്കാൻ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്. അപ്പൊ രാജ്യത്തിനാകെ ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ 2 തവണ രാഹുൽ ഗാന്ധി പോയി. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നു, സ്ത്രീകൾ 1000 വന്ന് ചേർന്നു. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അവിടെ കടന്നു പോകാതിരിക്കാൻ അവിടെ വിഘാതങ്ങൾ ഉണ്ടാക്കി. ഇന്നല്ലല്ലോ ഇവർ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി സത്യത്തിൽ ഇവർ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നതാണ്. ഇവർക്ക് ഭയമാണ് അദ്ദേഹത്തെ. അദ്ദേഹം മണിപ്പൂരിൽ പോയപ്പോ ജനങ്ങളുടെ വലിയ ആവേശം കണ്ടില്ലേ? അവർ രക്ഷകനെയാണ് കണ്ടത്. 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ രാഹുൽ ഗാന്ധിയിൽ അവരുടെ രക്ഷകനെ കണ്ടു. അതാണ് ഈ 2ാം ഭാരത് ജോഡോ. ഈ രാജ്യത്ത് നീതി ജനങ്ങൾക്ക് വേണം, എല്ലാ വിഭാഗത്തിനും നീതി വേണം. നീതി നിഷേധിക്കുന്ന ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത് സംഘർഷമല്ല. 6713 കിലോമീറ്ററും 14 സംസ്ഥാനങ്ങളും 100 ജില്ലകളും ഏകദേശം
110 ജില്ലകളും 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒന്നാം ഭാരത് ജോഡോയിൽ ഇവർ പറഞ്ഞു ഞങ്ങൾ BJP കേന്ദ്രങ്ങളിൽ പോകുന്നില്ല, ഇങ്ങോട്ട് വാ, നാ വരുന്നു. അപ്പൊ വിളറി പിടിക്കുകയാണ്, ഉദ്ഘാടനം അനുവദിക്കുന്നില്ല, വേദി കൊടുക്കില്ല. ഇന്നിപ്പോ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കോൺഗ്രസ് പറഞ്ഞു നിങ്ങൾ പരിശോധിച്ചോ, പക്ഷെ ഞങ്ങളുടെ ജാഥ അവിടുന്ന് തന്നെ, ഫ്ലാഗ് ഓഫ് അവിടുന്ന് തന്നെ. ഇപ്പൊ എന്താണ് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന അനുമതി അങ്ങനെയാണ്. എത്ര വരുന്ന ആൾക്കാരുടെ എണ്ണം, ഓരോരുത്തരുടെയും പേര്, വിവരം കൊടുക്കണം. ഇതെന്താ പാകിസ്ഥാനാണോ? ഇത് തീവ്രവാദ പ്രദേശമാണോ മണിപ്പൂർ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവിടെ 1000 പേർ വന്നാൽ എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഗവൺമെന്റ് അന്വേഷിക്കുക ആരൊക്കെ വരുന്നുവെന്ന്. ഞങ്ങൾ പേര് കൊടുത്ത് 5, 10, 100 പേരെ മാത്രമേ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിവ് കെട്ടു. നിങ്ങളുടെ ഭരണഘടനാ സംവിധാനം അവിടെ പൊളിഞ്ഞു പോയതാണ്. അയോധ്യയിൽ നിങ്ങൾ പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. എന്തിനു വേണ്ടി? ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ BJPക്കും മോഡിക്കും വിഷയങ്ങളില്ല. അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയത് ഞാനാണ്. എന്തിനാണ് ക്ഷേത്രത്തിൽ രാഷ്ട്രീയം കലക്കുന്നത്? ആ ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യൂ. മോഡി ആരാ അവിടെ? പൂജാരിയോ? അമിത്ഷാ ആരാണ് അവിടെ? ഈ രണ്ടുപേർക്ക് എന്താണ് അവിടെ കാര്യം? സർക്കാർ എന്താണ് കാര്യം? ക്ഷേത്രത്തിൽ ആരാധനാലയങ്ങൾ നിങ്ങൾക്ക് എന്ത്? ശങ്കരാചാര്യന്മാർക്ക് റോളില്ല. ശങ്കരാചാര്യന്മാരാണ് ഹിന്ദു മതത്തിന്റെ ഏറ്റവും ഉന്നതന്മാരെ കടക്കുന്നത്. അവർക്ക് റോളില്ല. അവർക്ക് അവിടെ ഒന്നും പറയണ്ട. അവരെ എല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് മോഡി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ടാണ് രാമന് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. രാമനെ വിശ്വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. ഞങ്ങളും ഭക്തന്മാരാണ്. പക്ഷേ ആ രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അവിടേക്കില്ല എന്നുള്ള മെസ്സേജ് കോൺഗ്രസ് കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മൊത്തമായിട്ടാണ്. എല്ലാവർക്കും, എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതപ്പെടുത്താൻ കോൺഗ്രസിനെ കഴിയൂ. ആ സന്ദേശമാണ് കോൺഗ്രസ് കൊടുക്കുന്നത്. ഞങ്ങൾ ജാഥ നടത്തുമ്പോൾ സംഘർഷം ഉണ്ടാകില്ല, ഇവിടെ പരാജയമുണ്ടാകും. ആ ഭീതിയാണ് BJPക്കാണ് പരാജയം ഉണ്ടാകാൻ പോവുക. കാരണം രാഹുൽ ഗാന്ധി ജനങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കില്ല, കോടതിയിൽ പോകാൻ കഴിയില്ല, ഇലക്ഷൻ കമ്മീഷനിൽ പോകാൻ കഴിയില്ല. എല്ലാ ജനാധിപത്യ വേദികളും ഇവർ വിലക്കേർപ്പെടുത്തി, ഇവർ അവിടെ മതിലുകൾ സൃഷ്ടിച്ച് ജനാധിപത്യത്തിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ ഡിസ്കോഴ്സ്, ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതാക്കിയപ്പോ ഞങ്ങളുടെ മുമ്പിലുള്ള ഏക മാർഗം ജനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒന്നാം ഭാരത് ജോഡോയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്ത ആത്മവിശ്വാസമുണ്ടല്ലോ, അതിന്റെ 10 മടങ്ങ് ആത്മവിശ്വാസമാണ് രണ്ടാം ഭാരത് ജോഡോ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളെ ഇളക്കി മറിക്കുന്ന, BJPയുടെ അധികാര കേന്ദ്രങ്ങളെ വിറകൊള്ളിക്കുന്ന ഉജ്ജ്വലമായ ഒരു പോരാട്ടമായി ഇതൊരു പോരാട്ടമാണ്. BJPക്കെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടം എന്നതിനെ വിശേഷിപ്പിക്കുകയാണ്. അല്ല ശ്രീ ജയസൂര്യൻ, ഇവിടെ നോക്കൂ, അവിടെ BJP പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ പൊതുപരിപാടികൾ BJPയുടേതുണ്ട്. അതുണ്ടാക്കാത്ത എന്ത് ക്രമസമാധാന പ്രശ്നം ഈ രാഹുൽ ഗാന്ധിയുടെ ഉണ്ടാക്കും എന്ന ചോദ്യം അവിടെ ഉണ്ട്. മറ്റൊന്ന്, രാമക്ഷേത്രത്തിലൂടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന സംഗതികൾക്ക് കുറുകയാണ് ഈ യാത്ര എന്നതുകൊണ്ട് ഈ സമയത്ത് ഷെഡ്യൂൾ പൊളിക്കാൻ നിങ്ങൾക്കൊരു ആലോചനയുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ സ്വാഗതം ചെയ്യുകയാണ്, സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ യാത്ര അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴേക്കും BJPയുടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം 400-ലധികമാകും. കാരണം രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യമാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങളുടെ ഭാഗ്യചിഹ്നമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി യാത്ര നടത്തി ഞങ്ങളെ ഇനിയും സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഐശ്വര്യം അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ 400-ലധികം സീറ്റുകളിലേക്ക് എത്തിക്കാൻ രാഹുൽ ചെയ്യുന്ന വലിയ ഒരു ഉപകാരവും സഹായവും പിന്തുണയുമാണ് ഈ യാത്ര. അതുകൊണ്ട് കൂടുതൽ ജോഡോ യാത്രകൾ നടത്തണം. ഈ 2 യാത്ര കൊണ്ട് നിർത്തരുത്. ഇതിന് ശേഷം വീണ്ടും ജോഡോ യാത്രകൾ നടത്തണം. അങ്ങനെ നടത്തി കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചിട്ട് മാത്രമേ രാഹുൽ പിന്മാറാവൂ. അല്ല, രാഹുൽ ഗാന്ധി യാത്ര നടത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് നിങ്ങളുടെ സൗത്ത് ഇന്ത്യയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷണശാലയിൽ നിങ്ങളെ നിലം പതിപ്പിച്ചില്ലേ? അതിനുശേഷം തൊട്ടടുത്ത തെലങ്കാനയിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്ര ആധുനിക ഫ്ലോപ്പാണോ? ഹിമാചൽ പ്രദേശിൽ അവർ വിജയിച്ചില്ലേ? തെലങ്കാനയും കിട്ടി, ഭാരത് ജോഡോ കടന്നുപോയ കർണാടകയും തെലങ്കാനയും കിട്ടി. അതെ, മധ്യപ്രദേശ് നിങ്ങൾ നിലനിർത്തുകയാണുണ്ടായത്. രാജസ്ഥാനിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണചക്രം ഇങ്ങനെയാണ് തിരിയുന്നത്, മീൻസ് അതിന്റെ ഭരണക്രമം ഇങ്ങനെയാണ്, അത് നിങ്ങൾക്ക് കിട്ടി. അതിനപ്പുറത്തേക്ക് എന്താ?
ഒന്നുമില്ല. ഭാരത് ജോഡോ യാത്ര ഇനി കടന്നു പോകുന്ന എല്ലാ പ്രദേശവും കോൺഗ്രസ് പിടിച്ചടക്കാൻ വേണ്ടി നടത്തുന്ന ഈ യാത്ര കഴിയുമ്പോൾ ഞങ്ങൾക്ക് 400-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടരട്ടെ, പിടിച്ചടക്കട്ടെ, അങ്ങനെ രാഹുൽ ഗാന്ധി അജയനായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ല, ഞങ്ങൾക്ക് 400 സീറ്റ് തരാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല. BJP 400-ലധികം സീറ്റുകൾ നേടിത്തരാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയമില്ല. അതിനെ നിശിതമായി വിമർശിക്കുന്നത് കണ്ടതാണ്, പിന്നെ പരിഹസിക്കുന്നത് കണ്ടു നിങ്ങളുടെ IT സെൽ. ഇന്നാ ഇപ്പൊ ഈ യാത്ര തുടങ്ങുമ്പോഴും അനാവശ്യമായ തടസ്സങ്ങൾ, ഇല്ലോജിക്കൽ തടസ്സങ്ങൾ എടുക്കുകയാണ് നിങ്ങൾ. എന്തിനാണ്? നടക്കട്ടെ, നിങ്ങളുടെ 400 സീറ്റിന്റെ കളിയല്ലേ. അത് പറയാം. രാഹുൽ ഗാന്ധിയെ തടയുന്നേ, രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് ജനശ്രദ്ധ ആകർഷിക്കാനുള്ള തന്ത്രമല്ലാതെ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ എന്തിനാ തടയുന്നേ, ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത്? രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ഭാഗ്യമല്ലേ. അതുപോലെ രാഹുൽ ഗാന്ധി യാത്ര തുടരട്ടെ, അത്രയും BJP ജയിക്കട്ടെ. അത് അവിടുത്തെ സിറ്റുവേഷന്റെ കാര്യമാണ്. അത് മണിപ്പൂരിൽ മാത്രമുള്ള വിഷയമാണ്. അവിടുത്തെ ഭരണകൂടം വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമാണ്. അവിടുത്തെ ഭരണകൂടം പൊതുപരിപാടികൾ നടത്തുന്നതിന് ഈ പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വരും, നിങ്ങൾ തടയുന്നു. അതുകൊണ്ടല്ലേ വാർത്തയാവുകയും. ഇവിടെ ആര് തടയുന്നു? തടഞ്ഞിട്ടില്ല. തടയുന്നേ എന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്നതാണ്. തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് പരിപാടി നടക്കുമോ? തടയാനൊക്കെ BJP നല്ല ഭംഗിയായിട്ട് അറിയാം. തടഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ കാലുകുത്തുമായിരുന്നില്ല. അപ്പൊ തടഞ്ഞിട്ടൊന്നുമില്ല. തടയുന്നേ എന്ന് പറഞ്ഞ് വെറുതെ ബഹളം കൂട്ടി പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാഴ് ശ്രമം മാത്രമാണിത്. അല്ലാതെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി നടക്കുമോ? തടയാനൊക്കെ BJPക്ക് അറിയാം. തടഞ്ഞിട്ടൊന്നുമില്ല, തടയേണ്ട ആവശ്യമില്ല. കാരണം തടയാതെ രാഹുൽ ഗാന്ധി അങ്ങ് പോകണം. രാഹുൽ ഗാന്ധി പോകുന്നിടത്തോളം ഞങ്ങൾക്ക് സീറ്റ് കൂടും. രാഹുൽ ഗാന്ധി ആ യാത്ര ഇനിയും തുടരണം. രണ്ടാമത്തെ ജോഡോ യാത്ര പോരാ, ഒരു 10-20 ജോഡോ യാത്ര നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി. അല്ല ഷാജി, നോക്കൂ, ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി സാധാരണ തോൽവികളിൽ വല്ലാതെ മനപ്രയാസപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം തോൽവികൾ നിരാശപ്പെട്ട് വേഗം ഇറങ്ങിപ്പോകുന്ന ആളാണ്. ഇപ്പം മധ്യപ്രദേശിലെ ഒരു അപ്രതീക്ഷിതമായ വലിയ തോൽവി, രാജസ്ഥാനിലെ അധികാര നഷ്ടം, ഛത്തീസ്ഗഡ് നഷ്ടപ്പെട്ടു. ഈ വലിയ നിരാശയുടെ നടുവിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇറങ്ങി നടക്കാൻ തീരുമാനിക്കുന്നു എന്നത് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി മിഷണറിയെയും സംബന്ധിച്ച് കുറച്ചുകൂടി പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അപ്പുറത്ത് BJP ഒരു വലിയ ഇവന്റ് നടത്താൻ പോകുമ്പോഴാണ് ഇപ്പുറത്ത് നടക്കാൻ തീരുമാനിക്കുന്നത്. അതിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു നടത്തുന്ന ഈ നീക്കങ്ങളെ, സ്റ്റെപ്പ് ചെയ്യുന്ന പുതിയ ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് കാണേണ്ടത്? അതിൻ്റെ ഒരു അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത എന്തുമാത്രമാണ്? അല്ല, നമ്മൾ രാഹുൽ ഗാന്ധി പരാജയങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചോടുകയാണെന്നുള്ളത് വലിയൊരു വലതുപക്ഷ പ്രൊപ്പഗണ്ടയാണ്. ഒരുപാട് കാലമായിട്ട് BJP ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ കഴിഞ്ഞ നമ്മൾ നോക്കുക, ഇപ്പോൾ ആദ്യത്തെ ജോഡോ യാത്ര നടന്നു. കൃത്യമായി അന്ന് മുതൽ അദ്ദേഹം തുടർച്ചയായിട്ട് ഈ നാട്ടിലുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പാർലമെൻറ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള പല ആളുകൾ സംസാരിക്കുന്നതിനേക്കാൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, മൊത്തത്തിലുള്ള പ്രതിപക്ഷം ഒരുമിച്ച് വരേണ്ടതിൻ്റെയും ഒരു പ്രതിപക്ഷ ബദൽ ഉണ്ടാവേണ്ടതിൻ്റെയും കാര്യം ശക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ജോഡോ യാത്ര നടത്തിയപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് കാര്യം, ഇത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, ഇത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളെ അത് ഒരു തരത്തിലും സ്പർശിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പം അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നൊരു കാര്യം, ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കലായിട്ട് ആ റൂട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനൊരു ജാഥ വരുന്നു, അത് പ്രധാനമായിട്ടും ഈ ഹിന്ദി ബെൽറ്റിൽ കൂടെ തന്നെ കടന്നു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഉയർന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയുന്ന പ്ലാറ്റ്ഫോമായിട്ട് വരുന്നു. ഒപ്പം തന്നെ ഇത് കോൺഗ്രസിൻ്റെ ഒരു യാത്ര മാത്രമാക്കാതെ ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ ആളുകളെയും അതിൻ്റെ യോഗങ്ങളിലേക്ക് വിളിക്കുന്ന തരത്തിലേക്ക് വരെ എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു സമീപനമൊക്കെ സ്വീകരിക്കുന്നു. ഇതൊക്കെ രാജ്യത്തിന് വേണ്ടേ? കാരണം നമ്മൾ ഒരു മതേതര സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ബഹുസ്വര ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെയല്ലേ പ്രതീക്ഷ തരുന്നത്. കാരണം കോൺഗ്രസ് കുറേ കൂടി ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്. കാരണം പല കാര്യങ്ങളിലും പാർട്ടിയിലുള്ളൊരു ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ അത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കാതെ ഒരു കൂട്ടായ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളായിട്ട് വരുന്നു. പാർട്ടികളിൽ ചർച്ച നടക്കുന്നു, അവർ കൃത്യമായി മറ്റു പാർട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കഴിയുന്നത്ര പ്രശ്നങ്ങളില്ല എന്നല്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാവും, കോൺഗ്രസിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി
മാറേണ്ടത് അല്ലെങ്കിൽ ആ പ്രതിപക്ഷ കക്ഷി ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് പരമാവധി കഴിയുന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി, പല സംസ്ഥാനങ്ങളിലും പോയി, ചില സ്ഥലങ്ങളിൽ ഗുണപരമായ ചലനങ്ങളുണ്ടായി, മറ്റു ചിലത്ത് വേറെ ചില ചലനങ്ങളുണ്ടായി. പക്ഷെ നമ്മൾ നോക്കുക, കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ ഒരു ശതമാനം പോലും നോക്കുമ്പോൾ വിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നത് ആ വോട്ട് കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ അത് മറ്റു തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് പല സംസ്ഥാനങ്ങളും അത് BJPക്ക് ഗുണകരമായ ഒരു കേന്ദ്രീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം കോൺഗ്രസ് വോട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിൽ കോൺഗ്രസ് ആ ഇലക്ഷനിലെല്ലാം വളരെ കൃത്യമായിട്ട് മത്സരിച്ചു എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കിയെന്നൊന്നുമല്ല. കോൺഗ്രസിൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ട്. പക്ഷേ ആ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട്, ആ തെറ്റുകൾ എവിടെയാണ് ലൂപ്പ് ഹോൾ ഉണ്ടായത് അതിനൊക്കെ അടച്ചുകൊണ്ട് കൃത്യമായൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയമായ ഒരു അതിജീവനത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒരു ചെറുത്തുനിൽപ്പിൻ്റെയും സ്വരം രാഹുൽ ഗാന്ധി ഉണ്ടാവുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അത് എല്ലാ മതനിരപേക്ഷ വിശ്വസിക്കുന്ന ആളുകൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിനെ സ്വാഗതം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഒരു ഭാവി ഉണ്ടല്ലോ, ഈ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബഹുസ്വരതയാണ്. അത് നമ്മൾ സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് ഈ രാജ്യം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വലിയ ചുരം മൂല്യങ്ങളുണ്ട്, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ. അപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എതിർ സ്വരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ എന്നുള്ളതല്ല, മണിപ്പൂരിൽ നിന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് അതിൻ്റെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് തുടങ്ങി വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്, ജനാധിപത്യപരമായ കേന്ദ്രീകരണത്തിന് തങ്ങളുടെ എതിരാളികളെ അവർ അനുവദിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യം, നമ്മൾ ഒരുപാട് ആളുകൾ പറയും നമ്മളിപ്പോൾ ജനാധിപത്യം വലിയൊരു അപകടത്തിലാണ്, പ്രതിസന്ധിയിലാണ്, എതിരഭിപ്രായം പറയുന്നവർ നിശബ്ദരാക്കപ്പെടുന്നു, നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ, അതുപോലെ നമ്മുടെ നമ്മുടെ എസ്റ്റേറ്റുകൾ, ഇപ്പോൾ ഭരണത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം വലിയ തോതിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. പല സ്ഥലത്തു നിന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു നീതി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ പോലും അപകടത്തിലാവും നമ്മൾ കാണുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വതന്ത്രമായി ഇടപെടാനും പ്രവർത്തിക്കാനും കഴിയുന്ന പരിസരം നിഷേധിക്കുന്നുണ്ടെന്നുള്ള ചോദ്യമാണ്. അല്ല, ഈ പഴകുളം മധു, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് സൂര്യൻ പറയുകയാണ്, അനാവശ്യമായി നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇംഫാലിലെ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് പറ്റില്ല, അപ്പുറത്ത് നിന്ന് നടത്തിക്കൊള്ളുക, യാത്ര ആകെ തടയുക എന്നൊരു നില എടുത്തിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വാർത്ത വേണം. അതുമാത്രമല്ല, രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പാർട്ടിക്കകത്ത് പലതരം അഭിപ്രായങ്ങളുണ്ട്. ദേശീയ നേതൃത്വം ക്ഷണിക്കപ്പെട്ട 3 പേര് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് മാറ്റി നിർത്തിയാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഏതാണ്ട് എല്ലാവരും, അല്ലെങ്കിൽ നല്ല ശതമാനം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു കവറപ്പ് സ്ട്രാറ്റജി വേണം, എല്ലാം ഒന്ന് മറച്ചു വെക്കണം. അതിന് നിങ്ങൾ അനാവശ്യമായിട്ട് ചില ഹെഡ്ലൈൻസ് ഉണ്ടാക്കുകയാണെന്ന്. അങ്ങനെയല്ല നിഷാദ്, അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ രാജ്യം ഇന്ന് വല്ലാത്തൊരു വിപത്തിലാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധി ജനങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ പണപ്പെരുപ്പ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ്, ഇവിടുത്തെ ഇപ്പൊ എന്താണ് വിലക്കയറ്റം, അതുപോലെ പണക്കാരനും പാവങ്ങളും തമ്മിലുള്ള അന്തരം, ഈ 4-5 ക്രോണി ക്യാപിറ്റൽസിന് വേണ്ടി രാജ്യത്തെ സമ്പത്ത് മുഴുവൻ തീർന്നെഴുതി കൊടുക്കുന്ന BJPയുടെ സംഘപരിവാർ ഫാസിസ്റ്റ് രാഷ്ട്രീയം, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തണം. ഇവരൊരു പ്ലോട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ പ്ലോട്ട് എന്താണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാമക്ഷേത്രം നിർമ്മിക്കുക, ഉദ്ഘാടനം നടത്തുക, പ്രധാനമന്ത്രി അവിടെ പോയിട്ട് വലിയ കോലാഹലം ഉണ്ടാക്കുക, അദ്ദേഹത്തെ മാത്രം TV കാണിക്കുക, ഇതൊക്കെയല്ലേ ഉദ്ദേശം? ആ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ പൊല്ലാപ്പ് വരുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്ര എങ്ങനെ സഹിക്കാൻ പറ്റും? ഭാരത് ജോഡോ എവിടേക്കാണ് കടന്നു പോകുന്നത്? ഇന്ത്യയിലെ താങ്കൾ പറഞ്ഞ പോലെ BJPയുടെ ഹിന്ദിയിലെ ഹൃദയഭൂമിയിൽ കൂടി പോവുകയാണ്. മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആസാം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, UP, MP, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഈ BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും പോവുകയാണ്. അവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയിലും അദ്ദേഹത്തെ കാണാൻ വരും, സംസാരിക്കും. പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയില്ല, മാധ്യമങ്ങൾ സംസാരിച്ചാൽ പുറത്തു കൊടുക്കില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലുള്ള ഏകമാർഗം ഈ ജാഥയാണ്, ഭാരത് ജോഡോ യാത്രയാണ്. ആ ജാഥയായിട്ട് വരുമ്പോൾ ജനങ്ങൾ കേൾക്കും. ജനങ്ങൾക്കിടയിലേക്ക് നിർഭയനായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 2 പേരാണ്, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമാണ് ഈ രാജ്യത്തെ ഭീകരവാദികളെ കൊല ചെയ്യപ്പെട്ടത്. ആ കുടുംബത്തിൽ നിന്നും ധീരനായ രാഹുൽ ഗാന്ധി ഇന്നത്തെ കാലത്തെ ഈ ഭീകരനായ മോദിക്കെതിരായി ശബ്ദിക്കാനും പോരടിക്കാനും രംഗത്ത് വരുമ്പോ അദ്ദേഹം ഒരു സംരക്ഷണവുമില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അതല്ലേ മാനിക്കേണ്ടത്? ആ രാഹുൽ ഗാന്ധിയെ, അദ്ദേഹത്തിന്റെ ധീരതയെ, ശക്തിയെ മാനിക്കാതെ രാഹുൽ ഗാന്ധി ഒളിഞ്ഞിരുന്ന് കമ്പ്യൂട്ടറിൽ കൂടി നുണ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപഹസിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ദുരന്തമുണ്ടല്ലോ, അത് നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി എതിർക്കാനുള്ള ചങ്കൂറ്റമില്ലാത്തത് കൊണ്ടാണ്.
രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് തടയണം, ഇഷ്യൂസ് ഉണ്ടാക്കണം. എവനാണ് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? രാമക്ഷേത്രം ഞാൻ പണിതു, ഞാനാണ് രാമൻ, ഞാനാണ് ദൈവത്തെ കൊണ്ടുവന്നത് എന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യൂ. നിങ്ങളുടെ പട്ടിണി പോട്ടെ, നിങ്ങളുടെ ദാരിദ്ര്യം പോട്ടെ, നിങ്ങളുടെ കർഷകർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ പോകട്ടെ, അതൊന്നുമല്ല പ്രശ്നം. ഞാൻ ക്ഷേത്രമുണ്ടാക്കി. അപ്പൊ അതാണ് മാധ്യമങ്ങളിൽ നിലനിൽക്കേണ്ടത്, മുഴങ്ങി നിൽക്കേണ്ടത്. അപ്പൊ അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ഒരു ജാഥയുമായി വരുമ്പോ അതാകും ഈ രാജ്യത്തെ ചർച്ച. ഈ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരും. അത് BJPക്ക് ഇഷ്ടമല്ല. ആ ജാഥയുടെ ഈ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറയും രാഹുൽ ഗാന്ധി. ജനാധിപത്യ ധ്വംസനം പറയും, മതേതരത്വത്തിന്റെ ധ്വംസനം പറയും, പട്ടിണി പറയും, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ പറയും. അൺഎംപ്ലോയ്മെന്റ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. കള്ളക്കണക്കുണ്ടാക്കിയാണ് ഈ രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ടുവെന്ന് മോദി ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ആ കള്ളക്കണക്കുകൾ ഇവിടെ അദ്ദേഹം വിളിച്ചു പറയും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കും. ഇതെല്ലാമാണ് ഭാരത് ജോഡോയുടെ. അപ്പൊ അത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവരെ വിരളി പിടിപ്പിക്കും. അതിന് നെഹ്റുവിനെ ചീത്ത വിളിക്കും, രാഹുലിനെ ചീത്ത വിളിക്കും. ഈ അന്തസ് കെട്ട രാഷ്ട്രീയം BJP ഉപേക്ഷിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഒരു പോക്കറ്റിലിട്ട്, പാർലമെന്റിന് വേറൊരു പോക്കറ്റിലിട്ട്, അന്തസ്സില്ലാത്ത നാണം കെട്ട് ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്ന BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം അവരെ ഇത്തവണ രക്ഷിക്കില്ല. 2024 എന്ന് പറയുന്നത് നിങ്ങളെ തുറന്നു കാണിക്കുന്ന വർഷമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളോടും പരമാവധി ഷാജി, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനകത്ത് ന്യായ യാത്ര നടത്തുന്നു എന്നത് വലിയൊരു പൊളിറ്റിക്കൽ എക്സസൈസ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ ഈ വർഷത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ റിലീജിയസ് ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണോ? അതിനെ മറികടന്ന് പോവുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തുമാത്രം എളുപ്പമുള്ള ഒരു സംഗതിയാണെന്ന് ചോദിക്കാൻ ഞാൻ. ഇതിൽ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രാമക്ഷേത്രം അതിൻ്റെ പകുതിക്ക് പണി ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും അതിപ്പോൾ തിരക്കിട്ട് തുറന്നു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊരു വലിയൊരു മുഖ്യ വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഒരു കാര്യം ജനങ്ങളോട് കാര്യങ്ങൾ പറയുക. പാർലമെൻറ്റിൽ പറയാനാവാത്ത കാര്യങ്ങൾ, മാധ്യമങ്ങളിൽ കൂടി പറയാനാവാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരം. അത് ഈ ജാഥയാണ്. കാരണം നമുക്കിവിടെ രാജ്യത്ത് നമുക്ക് നോക്കാം, ഇതുപോലെയുള്ള യാത്രകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഐതിഹാസികമായ യാത്രകൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലുണ്ടായത്. അതിനെല്ലാം വലിയ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം വലിയ നേതാക്കന്മാർക്ക് ജനങ്ങളോട് സംവദിക്കാൻ, ജനങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പം നമ്മളിപ്പോൾ ജോഡോ യാത്രയുടെ 1ാം യാത്ര കേരളത്തിലൂടെ അടക്കം കടന്നു പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഡെയിലി ജനങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാൻ, ജനങ്ങളുമായിട്ട് കാര്യങ്ങൾ പറയാൻ, അന്നൊന്നും വരുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് അവരുടെ നേരിട്ടുള്ള കാതലായ ജീവൽ പ്രശ്നങ്ങൾ. കാരണം ഇപ്പോൾ അയോധ്യ പോലുള്ള കാര്യങ്ങൾ മതമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ മതപരമായിട്ട് ആളുകളെ ധ്രുവീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ, ഇവിടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ ദൈനംദിന വെല്ലുവിളികളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് അവരോട് തന്നെ സംവദിക്കാനും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും പറ്റുന്നൊരവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്രത്തോളം അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണകരമാവും, അല്ലെങ്കിൽ കോൺഗ്രസിനെ അത് എത്രത്തോളം അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഇതൊരു നല്ലൊരു തുടക്കമാണ്, ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഒരു മതാത്മകമായിട്ടുള്ള പ്രചരണം മറുവശത്ത് നടക്കുമ്പോൾ അതിനെതിരെ ഒരു ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയമായ ഇടപെടൽ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ജനാധിപത്യത്തിൽ ഒരു ജനാധിപത്യ പാർട്ടി, ഒരു മതേതര പാർട്ടി, ഒരു ബഹുസ്വര പാർട്ടി ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ശരി. അല്ല ശ്രീ ജയസൂര്യൻ, ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രാമക്ഷേത്രമാണ് എന്ന അഭിപ്രായം BJPക്ക് ഉണ്ടോ? BJP അങ്ങനെ കാണുന്നുണ്ടോ? രാമക്ഷേത്രം നിർമ്മിക്കും എന്നും അത് സാക്ഷാത്കരിക്കുമെന്നും BJP വ്യക്തമായി പ്രഖ്യാപിച്ച കാര്യമാണ്. അത് സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വലിയ നേട്ടം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിന് ഞങ്ങളില്ല, ഞങ്ങൾ രാമന്റെ ഒപ്പവും രാമൻ ക്ഷേത്രത്തോടൊപ്പവും അല്ല എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ ബാബറി മസ്ജിദ് പണിതു കൊടുക്കൂ. അപ്പുറത്ത് സ്ഥലം അനുവദിച്ചിട്ടുണ്ടല്ലോ, അവിടെ ആ ബാബറി മസ്ജിദ് പണിതു കൊടുത്തിട്ട് വേണം ആ കൂറ് കാണിക്കാൻ. ഇവിടെ രാമന്റെ ഒപ്പം ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ ബാബറിന്റെ ഒപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാത്തത് നിലപാടല്ലേ? അങ്ങനെയുണ്ടെങ്കിൽ രാമവിശ്വാസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, രാമന്റെ വിശ്വാസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ ആ വിശ്വാസം ഹിന്ദു റിലീജിയന്റെ ആകെ കുത്തക നിങ്ങൾ ഏറ്റെടുത്ത് പ്രധാനമന്ത്രിയാണോ അവിടെ പോയി പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത്, ഉദ്ഘാടനം ചെയ്യേണ്ടത്? ഈ ശങ്കരാചാര്യന്മാരെയും സന്യാസിമാരെയും എന്തിനു മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന ചോദ്യം അവർ ചോദിച്ചുള്ളൂ. അല്ലാതെ ഈ പൂർത്തിയാകാത്ത മന്ദിരം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ലേ എന്ന ചോദ്യത്തിന് അവർ രാമനെതിരാണെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റുക? ജനുവരി 22 ജനുവരി 22
ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാ കയറി പറയുന്നത് പ്രധാനമന്ത്രിയെ പ്രതിഷ്ഠിക്കാൻ പോകുന്നതെന്ന്? അവിടെ അല്ലാതെ ജനുവരി 22 കഴിയുമോ? നിർമ്മാണം കഴിയുമോ? നിർമ്മാണം കഴിയുമോ? അവിടെ ജയസൂര്യൻ, കൃത്യമായിട്ട് ജനുവരി 22 നിർമ്മാണം പൂർണ്ണമായി കഴിയുമോ? അവിടെ പൂർണ്ണമായി കഴിഞ്ഞിട്ടാണല്ലോ അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. ജനുവരി 22 വരെ സമയമുണ്ടല്ലോ. മാത്രമല്ല അവിടെ ഇത് ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അത് ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലല്ല. അതിന് പ്രത്യേകമായിട്ട് അവിടെ ശരി, എന്തായാലും BJPയുടെ വാഗ്ദത്തം നിറവേറ്റിയെന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ന്യായ യാത്ര എന്തുമാത്രം ഫലപ്രദമായി ആവിഷ്കരിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണുകയും ചെയ്യാം. താങ്ക് യു ശ്രീ ജയസൂര്യൻ. ഒപ്പം ശ്രീ പഴകുളം മധു, ശ്രീ കെ ഷാജി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞതിന്